സോ നമുക്ക് ബയോളജിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഷൂട്ട് സിസ്റ്റം. ഈ ഷൂട്ട് സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഷൂട്ട് സിസ്റ്റം റൂട്ട് സിസ്റ്റവും നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് ഷൂട്ട് സിസ്റ്റം പഠിക്കാം. ഓക്കെ, എങ്ങനെയാണ് ഷൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, ഓക്കെ, അതേപോലെ റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. സോ നിങ്ങളൊരു സീഡ് നിങ്ങൾ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് എപ്പോഴെങ്കിലും? ഇത് നോക്കിക്കേ, ഇവിടെയാണ് നമ്മുടെ സീഡ് ഞാൻ കുഴിച്ചിട്ടേക്കുന്നത്. ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷനാണ്, നിങ്ങൾക്ക് ക്ലിയർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പതുക്കെ നാമ്പൊക്കെ വരും അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. സോ ഏറ്റവും ആദ്യം അവിടെ റൂട്ട് ആയിരിക്കും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. റൂട്ട് എക്സാക്ട്ലി റൂട്ടായിട്ട് തന്നെയല്ല കേട്ടോ, അത് ഏറ്റവും ആദ്യം അതിൻ്റെ ചെറിയൊരു റാഡിക്കൽ എന്ന് പറയുന്ന പോർഷനായിട്ടായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷമാണ് ഷൂട്ട് സിസ്റ്റം വരുന്നത്. ആ ഷൂട്ട് സിസ്റ്റത്തിൻ്റെ തുടക്കത്തിന് നമുക്ക് പ്ലുമ്യൂൾ എന്ന് പറയും. ഏറ്റവും ആദ്യം റൂട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് റാഡിക്കൽ. ഒരു സീഡിൽ നിന്നും ഏറ്റവും ആദ്യം റൂട്ട് ഡെവലപ്പ് ചെയ്യും ആസ് എ റാഡിക്കൽ. ആൻഡ് അതിനുശേഷം 1-2 ദിവസം കഴിയുമ്പോൾ പതുക്കെ ഷൂട്ട് സിസ്റ്റമായിട്ട് പ്ലമ്യൂള് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പതുക്കെ 2 സൈഡും ഈ രീതിയിൽ മുന്നേക്ക് വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആ 2 സീഡ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനെ നമുക്ക് ഹൈപ്പോക്കോട്ടയിൽ എന്ന് പറയും. ഓക്കെ, അത് ഹൈപ്പോക്കോട്ടയിലുണ്ട്. അതേപോലെ ഇതിനെ ഈ ഓപ്പൺ ആയിട്ട് വരുന്ന ഇതളുകളെ നമ്മൾ കോട്ട്ലെഡൺ എന്നാണ് പറയുന്നത്. അത് മോണോകോട്ട്ലെഡനും ഉണ്ട്, ഡൈകോട്ട്ലെഡനും ഉണ്ട്, ഒക്കെ നമുക്ക് പഠിക്കാം. സോ ഈ രീതിയിലായിരിക്കും മുകളിലേക്ക് ഇതേപോലെ ഷൂട്ടും താഴേക്ക് റൂട്ടും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് ഷൂട്ട് സിസ്റ്റം റൂട്ട് സിസ്റ്റം. ഓക്കെ, സോ ഇവിടെ ഷൂട്ട് സിസ്റ്റം ഇറ്റ് ഈസ് ആൻ ഇറക്റ്റ് പാർട്ട് ഓഫ് എ ബോഡി that grows upward and it is usually above soil and develops plumule of embryo. എംബ്രിയോയിൽ നിന്നാണ് ഈ പ്ലുമ്യൂളും അതേപോലെ റാഡിക്കലും ഒക്കെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. Then it consists of shoot system that consists of stem, branches, leaf and flowers and fruit, seeds. ഇതെല്ലാം ഷൂട്ട് സിസ്റ്റത്തിൽ നിന്നല്ലേ നമുക്ക് കിട്ടുന്നത്. റൂട്ട് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും നിങ്ങളൊന്ന് പറഞ്ഞു. നമുക്ക് റൂട്ട്സ് കിട്ടും. ഓക്കെ, റൂട്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സ് സ്റ്റോറേജ്, ചില പ്ലാന്റ്സ് റൂട്ട്സിലായിരിക്കും സ്റ്റോറേജ് വരുന്നത്. ഈ സ്റ്റോറേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം, മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കിട്ടുന്നത്, കപ്പ, കിഴങ്ങ് എല്ലാം വരുന്നത്. സോ അതൊക്കെയാണ് റൂട്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. റൂട്ട്സ് ഒരുപാട് രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ, നമുക്ക് പിന്നീട് നോക്കാം. സോ ഫസ്റ്റ് ഓൺ ഷൂട്ട്. അപ്പോൾ ഷൂട്ടാണ് നമുക്ക് കൂടുതൽ സുപരിചിതമായിട്ടുള്ളത്. ആൻഡ് ദിസ് ലെസൺ വിൽ സ്റ്റഡി അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ലീഫ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ദെയർ മോഡിഫിക്കേഷൻസ്. ഇതൊക്കെ ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ദെൻ ഫസ്റ്റ് വൺ, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റെം എന്നാണ് നോക്കാം. Characteristics of stem, that arises as a prolongation of plumule. ഞാൻ പറഞ്ഞല്ലോ, ഷൂട്ടിൻ്റെ ഏറ്റവും തുടക്കമാണ് പ്ലുമ്യൂൾ. ആൻഡ് ഇറ്റ് ഗ്രോസ് ആൻഡ് ബെൻഡ് ടുവേർഡ്സ് ദ ലൈറ്റ്. നിങ്ങളൊരു ചെടി നട്ട് വെച്ച് കഴിഞ്ഞ് അത് വളർന്നു വരുമ്പോഴത്തേക്കും, നിങ്ങളത് തണലത്താണ് വെച്ചിട്ടുള്ളതെങ്കിൽ എവിടെയാണോ സൺലൈറ്റ് കിട്ടുന്നത് അങ്ങോട്ടേക്ക് അത് പതുക്കെ ചരിയുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് മറ്റൊരു പ്രത്യേകത ഷൂട്ടിൻ്റെ. കാരണം സൺലൈറ്റ് വേണം അല്ലേ അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട്. ആൻഡ് ചില പ്ലാന്റ്സ് ജിയോട്രോഫിക് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് മത്തൻ, കുമ്പളം പോലെയുള്ള ചില പ്ലാന്റ്സ് ഉണ്ടല്ലോ. സോ ഇതൊക്കെ സൺലൈറ്റ് എവിടെയാണോ കിട്ടുന്നത് ആ രീതിക്കായിരിക്കും മൂവ് ചെയ്ത് പോകുന്നത്. അതേപോലെ എർത്തിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, ഗ്രാവിറ്റേഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അതൊക്കെ ജിയോട്രോഫിക് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതൊന്നും വേണ്ട. See, ഇത്രയും മനസ്സിലാക്കാം. Some plants grow and bend towards the light, that is called positively phototropic and divide into nodes. നമുക്ക് കാണാൻ പറ്റും ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓരോ നോഡുകൾ ഉണ്ടായിരിക്കുമെന്ന്. ആ നോഡുകളൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താ, അല്ലെങ്കിൽ നോഡ് അല്ലെങ്കിൽ ഇൻ്റർ നോഡുകളൊക്കെ ഉണ്ടായിരിക്കും. സോ ഇതൊക്കെ ഓരോ റീജിയനായിട്ട്, ഒരു കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫോർത്ത് വൺ, ദാറ്റ് ബിയേഴ്സ് ലീഫ് ആൻഡ് ബ്രാഞ്ചസ് ആൻഡ് ഫ്ലവേഴ്സ് ഓൺ നോട്ട്സ്. ഈ നോട്ട്സിലായിരിക്കും അടുത്ത ഭാഗങ്ങളൊക്കെ വരുന്നത്.
അതേപോലെ പുതിയ ലീഫ് വരുന്നത്, പുതിയ ഫ്ലവർ ഫോം ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന നോഡുകളിൽ നിന്നായിരിക്കും. സോ ആദ്യം തന്നെ നമുക്ക് ഈ സ്റ്റെമ്മും അതേപോലെ റൂട്ടും തമ്മിലുള്ള ചില മോർഫോളജിക്കൽ ഡിഫറൻസസ് നോക്കാം. സോ ഫസ്റ്റ് വൺ, സ്റ്റെം ഡെവലപ്സ് എ പ്ലൊമ്യൂൾ ആൻഡ് റൂട്ട് ഡെവലപ്സ് എ റാഡിക്കൽ. റൂട്ടിൽ റാഡിക്കൽ ആണെങ്കിൽ സ്റ്റെം ഡെവലപ്പ് ചെയ്യുന്നത് പ്ലൊമ്യൂളിൽ നിന്നാണ്. ആൻഡ് സ്റ്റെം ഇസ് എ ഗ്രീൻ because young stem become green because the presence of chlorophyll. പക്ഷേ റൂട്ട് നമുക്ക് അവിടെ ക്ലോറോഫിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇറ്റ് ഷോസ് എനി ഗ്രീനിഷ് കളേഴ്സ് ആൻഡ് ബിക്കോസ് ക്ലോറോഫിൽ is absent, and stem can be divided into nodes and internodes, but there is no nodes and internodes between root. പിന്നെ root cap is present in the apex, but there is no cap present in the apex of a shoot. And shoots നെ പറ്റി പറയുകയാണെങ്കിൽ it's a positively phototrophic and negatively geotrophic, but negatively phototropic and positively geotrophic, that is root. റൂട്ട് എപ്പോഴും എർത്തിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ എർത്തിനോട് ചേർന്നാണ് പോകുന്നത്. പക്ഷേ ഷൂട്ട് മുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, മുകളിലേക്കാണ് പോകുന്നത്. സോ നമുക്ക് പറയാൻ പറ്റുന്നത് ജിയോട്രോഫിക്കലി നെഗറ്റീവ് എഫക്റ്റാണ് കാണിക്കുന്നത്. ഓക്കെ, ഭൂമിയിലേക്കല്ല പോകുന്നത്, ഭൂമിയിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് മുകളിലേക്കാണ് ഷൂട്ട് പോകുന്നത്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്ലി ജിയോട്രോഫിക്. ആൻഡ് ഫൈനലി ദ ഒറിജിൻ ഓഫ് ലാറ്ററൽ ബ്രാഞ്ചസ് ഈസ് എക്സോജീനസ് ആൻഡ് റൂട്ട് ഹാവ് ദ ഒറിജിനൽ റൂട്ട്സ് ഈസ് എൻഡോജീനസ്. ഇവിടെ എക്സോജീനസ് എൻഡോജീനസ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സിൻ്റെ അകത്ത് റൂട്ടിലും ഷൂട്ടിലും ഒക്കെ ചില ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഈ പറയുന്ന ലെയേഴ്സൊക്കെ എൻഡോജീനസ് ആയിരിക്കും, ദാറ്റ് ഈസ് ഒറിജിനേറ്റിംഗ് ഇന്നർ ലെയേഴ്സ്. പക്ഷേ ഷൂട്ടിൽ നോക്കുവാണെങ്കിൽ ദാറ്റ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ഔട്ടർ ലെയർ, പുറത്തുള്ള ലെയറിൽ നിന്നായിരിക്കും ഈ പറയുന്ന ബ്രാഞ്ചസ് ഒക്കെ ഫോം ചെയ്യുന്നത്. പക്ഷേ ഷൂട്ടിലാണെങ്കിൽ ഇന്നർ ലെയേഴ്സിൽ നിന്നാണ് റൂട്ട്സ് ഫോം ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, നമ്മുടെ ഈ ഷൂട്ട് അപ്പെക്സും റൂട്ട് അപ്പെക്സും ഒക്കെ ഒരു തിയറി അനുസരിച്ചാണ് അന്നത്തെ ചില ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ റീജൻ ഇപ്പം ഒരു റൂട്ട് എടുത്തപ്പം ആ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ ട്യൂണിക്ക ആൻഡ് കോർപ്പസ് എന്ന് പറയുന്ന രണ്ട് റീജനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ട്യൂണിക്ക എന്ന് പറയുന്നത് ഒരു കവറിങ് ആണ്, അതേസമയം കോർപ്പസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡി ആയിരിക്കും. സോ ഈ രീതിയിലായിരിക്കും കോർപ്പസിൽ നിന്നും സെൽസ് ഇതുപോലെ ഗ്രോ ചെയ്ത് പോവുക. അതേപോലെ ട്യൂണിക്കയിൽ നിന്നും ഓരോ ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്താണ് ഓരോ ഷൂട്ടിൻ്റെയും റൂട്ടിൻ്റെയും ഓരോ ഭാഗങ്ങളായിട്ട് ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇത് ട്യൂണിക്ക കോർപ്പസ് തിയറി എന്ന് പറഞ്ഞൊരു തിയറി ആയിട്ട് തന്നെയുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് നോക്കി പോകാമെന്നൊരു പോർഷനാണ്, അല്ലാതെ ഇവിടെ നിങ്ങൾ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ഉണ്ട്. ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം, ദർ ഇസ് എ ഏരിയൽ റൂട്ട് സിസ്റ്റം. ഏരിയൽ മീൻസ് ഇറക്റ്റ് ആയിരിക്കാം, അതേപോലെ റിജിഡ് ആൻഡ് സ്ട്രോങ് ആയിരിക്കാം, അപ്രൈറ്റ് ആയിരിക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള സ്റ്റെമ്മാണ് ഏരിയൽ റൂട്ട് സിസ്റ്റത്തിൽ വരുന്നത്. ഇനി സബ് ഏരിയൽ ആണെങ്കിൽ ഈ പറയുന്നതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിരിക്കാം. ഇറ്റ് ഈസ് വെരി വീക്ക്, അൺഎബിൾ ടു സ്റ്റേ അപ്രൈറ്റ് ആൻഡ് ട്രെയിൽ ഓൺ ഗ്രൗണ്ട്സ്. അത് നമ്മൾ ക്ലൈംബേഴ്സ് ഒക്കെ അതിന് എക്സാമ്പിളാണ് കേട്ടോ ഈ സബ് ഏരിയൽ എന്ന് പറയുന്നത്. ദെൻ അണ്ടർഗ്രൗണ്ട് ഷൂട്ട് സിസ്റ്റം ഉണ്ട്. അണ്ടർഗ്രൗണ്ട് ഷൂട്ട് സിസ്റ്റത്തിൻ്റെ അകത്ത് ഈ പറയുന്ന ഏരിയൽ ബ്രാഞ്ചസ് ഒക്കെ അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ സോയിലിൻ്റെ അകത്തേക്ക് പോകുന്നുള്ളൂ. നോക്കാം, ടൈപ്സ് ഓഫ് സ്റ്റെം ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻ, അതിൻ്റെ അകത്തുള്ള എക്സാമ്പിളാണ് ട്യൂബർ, റണ്ണർ, ബൾബ് ആൻഡ് റൈസോം, കോം ഒക്കെ. ദെൻ സബ് ഏരിയയിലാണെങ്കിൽ റണ്ണർ, സ്റ്റോളൻ, ഓപ്സെറ്റ്, സക്കർ, ഇതൊക്കെ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ദെൻ ഏരിയയിലാണെങ്കിൽ ടെൻഡ്രിൽസ്, ടോൺസ്, അതായത് നമ്മുടെ പാവൽ, പടവലം പോലെയുള്ളതൊക്കെ ഇതിൻ്റെ അകത്ത് വരും. ക്ലാഡോഡ്, അതേപോലെ ഫിലോക്ലേഡ്, ടോൺസ്. സി നോക്കിക്കേ, ഡിഫറെൻറ്റ് മോഡിഫിക്കേഷൻ, അണ്ടർഗ്രൗണ്ട് മോഡിഫിക്കേഷൻ എക്സാമ്പിളാണ്. റൈസോം, നിങ്ങൾക്ക് ഇഞ്ച് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിൽ വരണം, ഇതൊരു അണ്ടർഗ്രൗണ്ട് ഷൂട്ട് മോഡിഫിക്കേഷനാണ്. ദെൻ കോം വരുന്നത് മഞ്ഞൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. മഞ്ഞൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതതിൻ്റെ ഷൂട്ടിൻ്റെ മോഡിഫിക്കേഷനാണ്. കാരണം നിങ്ങൾക്ക് റൂട്ട്സ് ഇവിടെ കാണാൻ പറ്റും. ഷൂട്ടിൻ്റെ മോഡിഫിക്കേഷനാണിത്. അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഇതിങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത്. അണ്ടർ ഗ്രൗണ്ട് മോഡിഫിക്കേഷൻ ഓഫ് ഷൂട്ടാണ് കാണുന്നത്. ഇനി ബൾബ് എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ് നമ്മുടെ ഒണിയൻ, സവാള. ആൻഡ് തേർഡ് വൺ ട്യൂബർ.
പൊട്ടറ്റോ. ഓക്കെ, കിഴങ്ങൊക്കെ ട്യൂബർ എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് ഷൂട്ട് മോഡിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. ഇത്രയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. സി, ഇതിൻ്റെ അകത്ത് ഓരോന്നും കാണിക്കുന്നുണ്ട്. ഇപ്പം റൈസും ഞാൻ ഇഞ്ചി എടുക്കുകയാണെങ്കിൽ, ജിഞ്ചർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും. നോട്ട്സും ഇന്റർ നോട്ട്സും ഉള്ളത് എവിടെയാ? ഷൂട്ടിലാണോ റൂട്ടിലാണോ? അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഒണിയൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുപരിചിതമല്ലേ? കിച്ചണിൽ പോയി ഒന്ന് എടുത്തു നോക്കൂ. എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് റൂട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് അവിടെ ബൾബ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷൻ. ദെൻ അതിൻ്റെ മേളിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ലീഫാണ് കാണുന്നത്. സോ സ്റ്റെം എവിടെ പോയി? ഈ സ്റ്റെമ്മാണ് മോഡിഫൈ ചെയ്ത് ബൾബായിരിക്കുന്നത്. ഇനി ട്യൂബറിലേക്ക്, ഉരുളക്കിഴങ്ങിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് റൂട്ട്സ് കാണാൻ പറ്റും. ഓക്കെ, സൂക്ഷിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ കുറച്ച് ദിവസം അത് വെക്കുകയാണെങ്കിൽ, കുറച്ച് തണുപ്പുള്ള സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ സ്റ്റെമ്മ് ഇതുപോലെ ഡെവലപ്പ് ചെയ്ത് വരുന്നതും കാണാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ എക്സാമ്പിൾസ്. ഇനി സബ് ഏരിയൽ സ്റ്റെംസിന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. ഇതേപോലെ ഗ്രാസ് ഉണ്ടല്ലോ, നമ്മുടെ ഗാർഡൻ ഗ്രാസ്, ഈ രീതിയിലായിരിക്കും അതിൻ്റെ റൂട്ട്സ് പോകുന്നത്. റൂട്ട് ഉണ്ടായിരിക്കും, അതേപോലെ ഈ സ്റ്റെമ്മ് വീണ്ടും ഇതുപോലെ മൂവ് ചെയ്ത് ഇതിൻ്റെ താഴെയായിട്ട് അടുത്ത റൂട്ട്സ് അവിടെ ഫോം ചെയ്യും. ഈ രീതിയിലായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇതാണ് ഇവിടെ, ഇതാണ് സ്റ്റോളർ. ഇതേപോലെ തന്നെ പൊങ്ങിയും താണും ഒക്കെ ഇരിക്കും. ഇതൊക്കെ പല ഗാർഡൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ദെൻ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ, ഇത് സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണെങ്കിൽ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേപോലെ കള്ളിമുൾച്ചെടി, അതേപോലെ ഞാൻ പറഞ്ഞു പാവലം, പടവലം, ഇതുപോലെ ഉള്ളതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഫില്ലോക്ലെയ്ഡ് എന്ന് പറയുന്നത് കള്ളിമുൾച്ചെടിയിൽ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ ക്ലാഡോഡ് നമുക്ക് കാണാൻ പറ്റുന്നത് ആസ്പെറാഗസ്, അതേപോലെ ഒപ്റ്റൂഷ്യ പോലെയുള്ള പ്ലാന്റ്സിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. മനസ്സിലാക്കി വയ്ക്കുക. ഓരോ എക്സാമ്പിളെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷേ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ എല്ലാ എക്സാമ്പിളും നിങ്ങൾക്ക് സുപരിചിതമാണ്. ഇതൊന്നും അത്രയല്ലെങ്കിലും. അപ്പം ഈ റണ്ണറിന് ഒരു എക്സാമ്പിൾ കൊടകൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിൽ കാണുന്ന. അതൊക്കെ റണ്ണറിന് ഒരു എക്സാമ്പിളായിട്ട് കാണുന്നതാണ് സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. ഇനി ഈ സ്റ്റെമ്മിന് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സി, ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ സ്റ്റെം ദാറ്റ് ഈസ് സപ്പോർട്ട് ആൻഡ് ഓറിയന്റ് ദ ലീവ്സ് ഇൻ ദ മാനർ they are exposed to maximum sunlight, and that will be helpful photosynthesis and gaseous exchange. Second one, they conduct water and minerals to the plant for prepare their food and again transfer to other body parts. അതൊരു വലിയ കാര്യമല്ലേ? അപ്പോൾ സ്റ്റെം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇനി തേർഡ് വൺ, ദാറ്റ് ബിയർ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആൻഡ് സെക്കൻഡറി ഫങ്ഷൻ. ഇതെല്ലാം സ്റ്റെമ്മിൻ്റെ തന്നെ ഫങ്ഷൻ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഏറ്റവും ആദ്യം ഈ പറയുന്ന പ്ലാന്റിൻ്റെ എല്ലാ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ്. അതേപോലെ വാട്ടർ ആൻഡ് മിനറൽസ് കണ്ടക്ട് ചെയ്യും. ദെൻ തേർഡ് വൺ, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ബിയർ ചെയ്യുന്നു. ദെൻ സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റെം ദാറ്റ് ഈസ് സ്റ്റോറേജ്. റൂട്ട് ഫുഡ് സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞു, അതേപോലെ സ്റ്റെമ്മും ഫുഡ് സ്റ്റോർ ചെയ്യും. അതിന് എക്സാമ്പിളാണ് നമ്മൾ പൊട്ടാറ്റോ കണ്ടത്. പൊട്ടാറ്റോ ആ അണ്ടർഗ്രൗണ്ട് ജിഞ്ചർ, പൊട്ടാറ്റോ, റൈസും ഒക്കെ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. ഓക്കെ, ദെൻ പെറിനേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ദാറ്റ് ഹെൽപ്പ് ടൈഡ് ഓവർ ദ അൺഫേവറബിൾ ഗ്രോയിങ് പീരിയഡ്സ്. അതിന് എക്സാമ്പിളാണ് ജിഞ്ചർ. ഇതൊക്കെ സെക്കൻഡറി ഫങ്ഷൻ ആണേ. ദെൻ തേർഡ് വൺ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഈ പറയുന്ന ജിഞ്ചർ വെച്ച് തന്നെയാണ് നമ്മൾ അടുത്ത നെക്സ്റ്റ് നമ്മൾ വീണ്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ജിഞ്ചർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ഈ പറയുന്ന സ്റ്റെം ഉപയോഗിക്കുന്നുണ്ട്. ജിഞ്ചറും റൈസും ഒക്കെ അതിന് എക്സാമ്പിളാണ്. മറ്റൊരു എക്സാമ്പിളാണ് ഷുഗർ കെയിൻ, റോസ്. ഇതെല്ലാം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. ആൻഡ് ഫോർത്ത് വൺ, ഫോട്ടോസിന്തസിസ്. ചില പ്ലാന്റ്സിൻ്റെ അകത്ത് ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് ലൈക്ക് സിറോഫൈറ്റിക് പ്ലാന്റ്സ്. ഈ സിറോഫൈറ്റിക് പ്ലാന്റ്സ് ആൻഡ് സിറോഫൈറ്റിക് പ്ലാന്റ്സ് ആണ് ഡെസേർട്ട് പ്ലാന്റ്സ്. സോ ഇവർക്കൊക്കെ ലീഫ് റെഡ്യൂസ്ഡ് ആയിരിക്കും. കാരണം ഡെസേർട്ട് പ്ലാന്റ്സ് ആണ്,
വാട്ടർ ട്രാൻസ്പിറേഷൻ കുറയ്ക്കണം അല്ലെങ്കിൽ വാട്ടർ ലോസ് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ലീഫ് റെഡ്യൂസ്ഡ് ആയിരിക്കാം. ദ സ്റ്റെം ടേക്ക് അപ്പ് ദ ഫങ്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. സ്റ്റെം ആയിരിക്കും അവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്റ്റെമ്മിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്, പഠിച്ചു വയ്ക്കണം മക്കളെ. ഇത് ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഞാനൊന്ന് കാണിക്കുന്നതാണ്. മോണോക്കോട്ട് സ്റ്റെമ്മും ഡൈക്കോട്ട് സ്റ്റെമ്മും. മോണോക്കോട്ടും ഡൈക്കോട്ടും എന്താണ് നിങ്ങൾ പഠിച്ചല്ലോ. മോണോക്കോട്ടിന് എക്സാമ്പിളാണ് ടാപ്ഡ് റൂട്ട് സിസ്റ്റം ആയിരിക്കും ഡൈക്കോട്ടിൽ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ലീഫിൻ്റെ അകത്ത് നമുക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റും. മോണോക്കോട്ടാണെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന മരങ്ങളെല്ലാം തന്നെ കൂടുതലും ഡൈക്കോട്ടാണ്. മോണോക്കോട്ടിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ വാഴ, അതേപോലെ കോക്കനട്ട് ട്രീ, തെങ്ങ് ഒക്കെ എക്സാമ്പിളാണ് മോണോക്കോട്ടിന്. ഡൈക്കോട്ടാണെങ്കിൽ ഈ പറയുന്ന മാവും പ്ലാവും എല്ലാം ഡൈക്കോട്ടാണ്. ഓക്കെ, സോ ഇവരുടെ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള സെൽസിൻ്റെ അറേഞ്ച്മെൻ്റ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. മോണോക്കോട്ടിന് ഇതേപോലെ ഒരുപാട് ലെയേഴ്സ് ഒന്നും കാണില്ല. ഓക്കെ, അതേസമയം ഡൈക്കോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഇത് ലെയേഴ്സ് ഇവിടെ കൂടുതലായിരിക്കും. സോ സിമ്പിളായിട്ട് ഡൈക്കോട്ടിൻ്റെയും മോണോക്കോട്ടിൻ്റെയും ഡിഫറൻസ് ഒരു 3-4 ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക. അത്രയും ചെയ്താൽ മതി. 3-4 സോറി. ഓക്കെ, സോ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. എപ്പിഡെർമൽ ഹെയേഴ്സ്, അതായത് ഔട്ടർ സെൽസിൻ്റെ അകത്ത് ചില ഹെയേഴ്സ് ഉണ്ടായിരിക്കും. അത് ഡൈക്കോട്ടിൽ പ്രസൻ്റ് ആണെങ്കിൽ മോണോക്കോട്ടിൽ അത് ഇല്ല. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ദെൻ ഹൈപ്പോഡെർമിസ്. ഈ എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഔട്ടർ സെൽ ലെയറാണ്. അതിന് തൊട്ട് താഴെയുള്ളതാണ് ഹൈപ്പോഡെർമിസ്. ഇവിടെ കോളൻ കൈമ സെൽസ് ആണെങ്കിൽ മോണോക്കോട്ടിൽ വളരെ കട്ടിയുള്ള സ്ക്ലീറൻ കൈമ സെൽസ് ആയിരിക്കാം. ദെൻ തേർഡ് വൺ ഗ്രൗണ്ട് ടിഷ്യൂ. ഇതിന് താഴെ ഗ്രൗണ്ട് ടിഷ്യൂലേക്ക് വരുമ്പോൾ ഇവിടെ ഗ്രൗണ്ട് ടിഷ്യൂ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, പിത്താന്, മെഡുലറി റേസ് എന്ന് പറഞ്ഞ്. പക്ഷേ മോണോക്കോട്ടിൽ അങ്ങനെയുള്ള ഡിഫറൻസിയേഷൻ ഇല്ല. അതാണ് ഞാൻ നേരത്തെ ഈ പിക്ചർ കാണിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ എപ്പിഡെർമിസ് ഉണ്ട്, ഹൈപ്പോഡെർമിസ് ഉണ്ട്, കോളൻ കൈമയുണ്ട്, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ കണ്ടോ, നമ്പർ ഓഫ് ലെയേഴ്സ് ഇവിടെ വളരെ കൂടുതലാണ്. ഇവിടെ ഈ പറയുന്ന സെൽ ഡിഫറൻസിയേഷൻ ഇല്ല. ഓക്കെ, ഇനി വാസ്കുലർ ബണ്ടിൽസ്. ഈ കാണുന്നതിനാണ് സൈലം ഫ്ലോയോ ഒക്കെയാണ് ഈ പറയുന്ന വാസ്കുലർ ബണ്ടിൽസ്. ഇത് ഇവിടെ നമ്പർ വളരെ കുറവാണെങ്കിൽ ഇവിടെ ഈ രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഉണ്ടാവുന്നത്. സോ വാസ്കുലർ ബണ്ടിൽസ് ഡൈക്കോട്ടിലാണെങ്കിൽ number is not very large, uniform in size and arranged in open ring. Okay, and bundle sheath is absent. അതേസമയം മോണോക്കോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ സ്കാറ്റേർഡ് ആയിരിക്കാം, ന്യൂമറസ് ആയിട്ട് കുറേ അധികം കാണാം. ദെൻ ക്ലോസ്ഡ് ആയിരിക്കാം, ബണ്ടിൽ ഷീറ്റ് ഇവിടെ പ്രസൻ്റ് ആയിരിക്കാം. ഇതുപോലെ ഒരുപാട് റിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, അത്രയും മതി. നിങ്ങൾ ഇവിടെ സമയം കളയണ്ട. ഓക്കെ, അതേസമയം സെക്കൻഡറി ഗ്രോത്ത് ആണെങ്കിൽ അത് ഡൈക്കോട്ടിൽ പ്രസൻ്റ് ആണ്, പക്ഷേ മോണോക്കോട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് കാണുന്നില്ല. നമ്മൾ പറയാറുണ്ടല്ലോ ഒരു മരത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്, അതാണ് കേട്ടോ ഈ സെക്കൻഡറി ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പന, തെങ്ങ് പോലെയുള്ള സാധനങ്ങൾക്കൊന്നും ഈ പറയുന്ന കാതലില്ല എന്ന് നമ്മൾ പറയാമല്ലോ. അതും അതേസമയം അത് മോണോക്കോട്ട് ആയതുകൊണ്ട് തന്നെയാണ് മോസ്റ്റ്ലി അത് ആബ്സെൻ്റ് ആവുന്നത്. അതേസമയം ഡൈക്കോട്ട്, ആല്, ഈട്ടി, ഓക്കെ, അത്തരത്തിലുള്ള മരങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരങ്ങൾ, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കൂടുതലും നല്ല കാതലുള്ളതാണ്. ബിക്കോസ് ഇവിടെ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഞാൻ നോക്കിക്കേ, ഇതാണ് സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നത്. ഇവിടെ സെക്കൻഡറി ഗ്രോത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. നമ്മൾ റൂട്ടിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റെമ്മിൻ്റെ കേസിൽ പറയുകയാണ്. ഇവിടെ കേമ്പിയം പ്രസൻ്റ് ആയിട്ടുള്ള കേമ്പിയം എന്ന് പറയുന്ന ഈ വാസ്കുലർ ബണ്ടിൽസ്, ഇത് പ്രസൻ്റ് ഉള്ള ആ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെസിക്കുലാർ സെൽ. ഓക്കെ, വിച്ച് ഇസ് ദ സ്ട്രിപ്പ് ഓഫ് കേമ്പിയം പ്രസന്റ് ഇൻ ദ വാസ്കുലർ ബണ്ടിൽ ഈസ് കോൾഡ് ഫെസിക്കുലാർ. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, ഫെസിക്കുലാർ. ഇനി ഇതിൻ്റെ അകത്ത് കണ്ടോ, വാസ്കുലർ ഇതൊരു ഡൈക്കോട്ടാണ്. ഡൈക്കോട്ട് ആയതുകൊണ്ട് ഇത് നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇവിടെ ഗ്രോത്ത് വരുന്നത് കണ്ടോ. നിങ്ങൾക്ക് ഇവിടെയും ആനുവൽ റിങ്സ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫെല്ലോജൻ, ഫെല്ലോഡം എന്നൊക്കെ പറഞ്ഞ ടേംസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ ഫെല്ലോജൻ, ഫെല്ലോഡം, ഫെല്ലം എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ഗ്രോത്ത് നടക്കുന്നു. ഇത് ആദ്യത്തെ റിങ്.
അതിനുശേഷം ഇത് വീണ്ടും വളരുന്നു. ഇങ്ങനെ ഓരോ റിങ്സ് ആയിട്ട് നമ്മുടെ വാസ്കുലർ കേമ്പിയം വളരുന്നു. സൈലം ഫ്ലോയം സെൽസ് പുതിയതായിട്ട് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ സെക്കൻഡറി ഗ്രോത്ത് കാണുന്നത്. അതെല്ലാം ഇതുപോലെ ഓരോ വളയങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈ അകത്തേക്കാണിത് കൂടുതലായിട്ടും വളർന്ന് പോകുന്നത്. അങ്ങനെയാണ് നമുക്ക് റിങ് കാണാൻ പറ്റും. നമ്മുടെ വുഡിൻ്റെ അകത്ത് ഡൈക്കോട്ടസ് സ്റ്റെമ്മിൻ്റെ പ്ലാവും മാവിൻ്റെ അകത്തും ഒക്കെ നമുക്ക് കാണാൻ പറ്റിയ തടി നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്ന ഈ വാസ്കുലർ കേമ്പിയൽ റിങ്സ് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആനുവൽ റിങ് എന്നൊക്കെ പറയുന്നത്. ഈ ആനുവൽ റിങ്സ് ആണ് നമ്മുടെ സീക്രട്ട് ടു നോ ദ ഏജ് ഓഫ് ദ ട്രീ. ഒരു ട്രീയുടെ ഏജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ ആനുവൽ റിങ്സ് വെച്ചിട്ടാണ്. റൂട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ഗ്രോത്തിനെ പറ്റി പറഞ്ഞത്. ചില ക്ലൈമാറ്റിക് റീജൻസ് അനുസരിച്ച് ഇതിൻ്റെ അകത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഏതാ നമ്മുടെ ഈ കേമ്പിയൽ റിങ്ങിൻ്റെ ഗ്രോത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ a wood is formed during the spring is called early wood. എങ്ങനെയാണ് പറഞ്ഞത്? സ്പ്രിംഗ് വുഡ് എന്ന് പറഞ്ഞാൽ ദ വുഡ് ഫോംഡ് ഡ്യൂറിങ് സ്പ്രിങ് ടൈമിലാണ് വുഡ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ സ്പ്രിംഗ് വുഡ് എന്ന് പറയും. അതേസമയം നമ്മൾ സമ്മറിലാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സമ്മർ വുഡ് എന്ന് പറയും. സമ്മർ വുഡിൻ്റെ പ്രശ്നം എന്താ? ഇറ്റ് ഫോംസ് നാരോ വെസൽസ് ഇൻസ് വുഡ് ഈസ് കോൾഡ് ലേറ്റ് വുഡ് ഓർ സമ്മർ വുഡ്. നാരോ വെസൽസ് ആയിരിക്കും. അതിൻ്റെ അകത്ത് കേമ്പിയം എന്നൊക്കെ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സ്പ്രിങ്ങിലുണ്ടാകുന്നതാണ് സ്പ്രിംഗ് വുഡ്, സമ്മറിലുള്ളതാണ് സമ്മർ വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ്. അവിടെ കേമ്പിയൽ റിങ്സ് വളരെ കുറവായിരിക്കും, അതുപോലെ വെസൽസ് ഒക്കെ കുറവായിരിക്കും. ഇനി ഈ ടു കൈൻഡ്സ് ഓഫ് വുഡ്സ് ഇൻ ദ ട്രാൻസ്വേഴ്സ് വ്യൂ അപ്പിയർ ദ ഓൾട്ടർനേറ്റ് കോൺസെൻട്രിക് റിങ്സ് ഇസ് ഫോംഡ് ആനുവൽ റിങ്. ഈ ആനുവൽ റിങ് ഈ പറയുന്ന പോലെ ഒരു സിംപ്ലി ഒരു വുഡ് എന്ന് പറഞ്ഞാൽ വുഡ് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിലാണ്, രണ്ട് ടൈമിലാണ്. അപ്പോൾ ഈ രണ്ട് ടൈമിലും വുഡ് ഫോം ചെയ്യുന്നതിനനുസരിച്ച് അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഈ ഫോം ചെയ്ത സ്പ്രിംഗ് വുഡും അതുപോലെ തന്നെ നമ്മുടെ ലേറ്റ് വുഡും കൂടെ ചേർന്ന് അങ്ങനെ ടു കൈൻഡ്സ് ഓഫ് വുഡ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ആനുവൽ റിങ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ കാതിൽ കാണുമ്പോഴത്തേക്കും അതിൻ്റെ കളറിലെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇനി ഈ പറയുന്ന ആനുവൽ റിങ്സ് ഉണ്ടല്ലോ, ഈ ആനുവൽ റിങ്സ് നമ്മൾ കൗണ്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോക്രോണോളജി. ദ കൗണ്ടിങ് ദ ആനുവൽ ഗ്രോത്ത് ഓഫ് റിങ്സ്, അതാണ് ഡെൻഡ്രോക്രോണോളജി. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സാപ്വുഡ് ആൻഡ് ഹാർട്ട്വുഡ്. സാപ്വുഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മുടെ സ്റ്റെമ്മിൻ്റെ ഔട്ടർ മോസ്റ്റ് സെൽസ് ഇല്ലേ, ഈ ഔട്ടർ മോസ്റ്റ് സെൽസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ ഫങ്ഷണൽ യൂണിറ്റുകൾ കാണും, കുറേ ലിവിങ് സെൽസ് കാണും. അതിനാണ് സാപ്വുഡ് എന്ന് നമ്മൾ പറയും. ഇനി ഹാർട്ട്വുഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഇതേപോലെ തന്നെ പ്ലാന്റ് ഒരു റീജിയൻ എടുത്ത് നോക്കിയാൽ അതിൻ്റെ സെൻറ്റർ റീജിയൻ ആയിരിക്കും. ഈ സെൻറ്റർ റീജിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഡാർക്ക് ടൈപ്പ് കളറിലുള്ള സെൽസ് ആയിരിക്കും, ഡെഡ് സെൽസ് ആയിരിക്കും കാണുന്നത്. അതാണ് നമ്മൾ പറയുന്നത് ഹാർട്ട്വുഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പറയേണ്ടത് ഇങ്ങനെയാണ്. സാപ്വുഡ് എന്ന് പറയുമ്പോൾ ലൈറ്റ് കളേർഡാണ്, പക്ഷേ ഹാർട്ട്വുഡ് ഞാൻ പറഞ്ഞു ഡാർക്ക് കളറാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും സാപ്പ്, പക്ഷേ ഹാർട്ടാണെങ്കിൽ അത് ഡാർക്ക് പോർഷനാണെന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് ഈ റെസിൻസ്, പശ, ഗമ്മ് ഒക്കെ നമുക്ക് കിട്ടുന്നത് ടാനിന് പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഹാർട്ട്വുഡിൻ്റെ പോർഷനാണ്. അടുത്തത് ലിവിങ് സെൽസ് ആയിരിക്കും. ഞാൻ പറഞ്ഞു സാപ്വുഡിൻ്റെ അകത്ത് ലിവിങ് സെൽസ്, പക്ഷേ ഹാർട്ട്വുഡിൻ്റെ അകത്ത് നോൺ ലിവിങ് ആണ്. ഇനി ഹാർട്ട്വുഡ് സാപ്വുഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തോജൻസുമായിട്ടുള്ള അറ്റാക്ക് കൂടുതലാണ്. അതായത് ചെതലരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് സാപ്വുഡിൻ്റെ അകത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഹാർട്ട്വുഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണത്തില്ല. കാതൽ എന്ന് പറയുന്ന ഭാഗമാണ് ശരിക്കും ഇത് ഹാർട്ട്വുഡ്. ഓക്കെ, ഇന്നർ കോറിലുള്ള സെല്ലുകളാണ്. ഇനി കൊമേഴ്ഷ്യലി വാല്യുബിളുമാണ് ഹാർട്ട്വുഡ്, പക്ഷേ സാപ്വുഡ് അത്രത്തോളം കൊമേഴ്ഷ്യലി വാല്യുബിൾ ആയിട്ടുള്ള പാർട്ട് അല്ല. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ലീഫാണ്. ലീഫിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ലീഫ്. സ്റ്റെമ്മിൽ നിന്നാണ് ലീഫ് വരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. സോ ഇതാണ് നമ്മുടെ ലീഫ്. ഈ ലീഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഞാനിവിടെ ഒരു ലീഫ് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റെമ്മ്. ഈ സ്റ്റെമ്മിൻ്റെ ഈ ഭാഗത്തു നിന്നായിരിക്കും നമ്മുടെ ലീഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലീഫിൻ്റെ ഭാഗത്തെ ഇതാ ഞാൻ സ്റ്റിപ്യൂൾ എന്നെനിക്ക് പറയാൻ പറ്റും, സ്റ്റിപ്യൂൾ. ഇനി
ഈ രീതിയിലായിരിക്കും മെയിനായിട്ട് ഇത് നമ്മുടെ ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ. സോ ഇതിനൊരു സ്റ്റിപ്യൂൾ ഞാൻ പറഞ്ഞു, നമ്മുടെ സ്റ്റെമ്മിനോട് ചേർന്നുള്ള ഭാഗമാണ് സ്റ്റിപ്യൂൾ. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെതാ ഈ ഭാഗമാണ് പിറ്റിയോൾ. പിറ്റിയോൾ എന്ന് പറയുന്ന ഭാഗം, ഇതിൻ്റെ ഞെട്ട് എന്ന് പറയുന്ന ഭാഗം. അതിനുശേഷം ഇതാണ് ലീഫിൻ്റെ ബേസ്, ലീഫ് ബേസ്. ഇനി ഞാൻ ഈ വരച്ചിരിക്കുന്ന പോർഷനാണ് മിഡ്, പ്രധാനപ്പെട്ട ലീഫിൻ്റെ ഒരു ഞരമ്പ് ഭാഗം എന്ന് നമ്മൾ പറയും, റിബ് റീജൻ. ഈ റിബ് റീജനിൽ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് ഇവിടെ ബാക്കിയുള്ള വെയിൻസ് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഈ ഈ ഏറ്റവും അപ്പെക്സിലുള്ള ഈ ഭാഗമാണ് ലീഫിൻ്റെ അപ്പെക്സ്. ദെൻ ഈ ഭാഗത്തിനെ നമുക്ക് മാർജിൻ എന്ന് പറയാം, മാർജിൻ. ഓക്കെ, അപ്പോൾ പീറ്റിയോൾ എന്താണെന്ന് പറഞ്ഞു, സ്റ്റിപ്യൂൾ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ബേസ് ഉണ്ട്, പിന്നെ നമ്മുടെ ലീഫ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു മാർജിൻ ഉണ്ട്. ആ മാർജിൻ്റെ എൻഡിൽ നോക്കുവാണെങ്കിൽ അത് അപ്പെക്സ് ആണ്. ദെൻ അതിനൊരു മിഡ് റിപ്പ് ഉണ്ടായിരിക്കും, ആ മിഡ് റിപ്പിനോട് ചേർന്ന് തന്നെ സ്മോൾ വെയിൻസും പ്രസൻ്റ് ആണ്. ഓക്കെ, ഇതാണ് ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ഏറ്റവും ലീഫിനെ സംബന്ധിച്ച് ലീഫിൻ്റെ ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഇനി പിറ്റിയോൾ എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ ആ ഒരു സ്റ്റോക്കിനെ പറയുന്ന പേരാണ്, ഞെട്ടിനെ പറയുന്ന പേരാണ് പിറ്റിയോൾ. അതേസമയം ലാമിൻ അല്ലെങ്കിൽ ലീഫ് ബ്ലേഡ് നോക്ക്, ഇത് ഈ പറയുന്ന മാർജിനും അപ്പെക്സും വെയിൻ മിഡ്രപ്പും ബേസും ഒക്കെ ചേർന്ന് ഈ ഭാഗത്തിനെയാണ് നമ്മൾ ബ്ലേഡ് എന്ന് പറയുന്നത്. അടുത്തത് അതിനെ ലാമിനാന്നും ബ്ലേഡ് എന്നോ നമ്മൾ പറയും. ഇനി മോസ്റ്റ് പ്രോമിനൻ്റ് ആയിട്ടുള്ള അതിൻ്റെ വെയിൻസ് ആണ്. ആ വെയിൻസ് വഴിയാണ് ലീഫിലേക്ക് വാട്ടറും മിനറൽസും ഒക്കെ എത്തുന്നത്, ഈ വെയിൻ വഴിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പല ടൈപ്പിലുള്ള അറേഞ്ച്മെൻറ്റ്, ലീഫിൻ്റെ തന്നെ പല ടൈപ്പ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. എക്സാമ്പിൾസ് ആണത്. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ആലിൻ്റെ ഇലയെ നമ്മൾ നോക്കുന്നത്, ഇതൊരു പിന്നേറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഈ അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് പിന്നേറ്റ് അറേഞ്ച്മെൻറ്റ്. ഇനി ഈ ലീഫിൻ്റെ റിബ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്ട്രോങ് വെയിൻ ഉണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്ത് ബാക്കിയുള്ളത് ഉണ്ടായിരിക്കും. ഇത് ഇവിടെ പിന്നേറ്റ് എന്ന് പറഞ്ഞാൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ ഒരു എക്സാമ്പിളാണ്. അതേസമയം ഈ സ്ട്രോങ് ഇത് പാൽമേറ്റ് എന്നാണ് നമ്മൾ പറയാറ്. ഈ ടൈപ്പ് ഒരു നമ്മുടെ കൈ വിടർത്തി വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു ഷേപ്പല്ലേ, അതുകൊണ്ട് ഇതിനെ പാൽമേറ്റ് എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫിലോടാക്സി. ഫിലോടാക്സി ഇസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീഫ് ഇൻ എ സ്റ്റെം ഓർ എ ബ്രാഞ്ച് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പല ടൈപ്പ്, നിങ്ങൾ ഒരു ചെടി എടുത്തു കഴിഞ്ഞാൽ ഒരു ചെടിയിൽ കാണുന്ന പോലെ ആയിരിക്കത്തില്ല മറ്റൊരു ചെടിയിൽ ഈ പറയുന്ന ലീഫ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതെങ്ങനെയാണ് നോക്കുന്നത്? ദ ഓറിയൻറ്റേഷൻ ആൻഡ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീഫ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, അത് പല രീതിയിലായിരിക്കും കേട്ടോ. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതി ആ രീതിയിലായിരിക്കും ആ പ്ലാന്റ്സിനെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അഡോപ്റ്റേഷൻസ് ആണ്. അത് പല ടൈപ്പ് ഉണ്ട്, നോക്കാം. അതേപോലെ തന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് സൺലൈറ്റ്, ദെൻ ദ എമൗണ്ട് ഓഫ് ഫോട്ടോസിന്തസിസ്, ഇതും ഒരു ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ഈ ലീഫൊക്കെ എങ്ങനെയാണ് ഇത്രയും ഉണ്ടാകുന്നത്. ചില പ്ലാന്റ്സിലൊന്നും അധികം ലീഫ് കാണുന്നില്ല, സ്റ്റെം ആയിരിക്കും കൂടുതൽ കാണുന്നത്. പക്ഷേ ചിലതിൽ നമ്മൾ ആലും പോലെയുള്ള മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ അകത്ത് ഇത്രത്തോളം ലീഫ്, ഒരുപാട് ലീഫ് ഉണ്ടാവുമല്ലോ. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ alternate phyllotaxy. Alternate എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ലീഫ് ദാറ്റ് അറൈസിങ് അറ്റ് ദ ഈച്ച് നോഡ്. എക്സാമ്പിൾ നമ്മുടെ ചെമ്പരത്തി, അതേപോലെ മാംഗോ, മാവും ചെമ്പരത്തിയൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. ഒരു നോഡിൽ നിന്നും ഒരു ലീഫ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, സി ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഓൾട്ടർനേറ്റ്, പിന്നെ ആ നോഡിൽ നിന്ന് ചെറിയൊരു പ്രൊപ്പഗേഷനും കൂടെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഓൾട്ടർനേറ്റ് ഫിലോടാക്സിക്ക് എക്സാമ്പിൾ. ആൻഡ് സെക്കൻഡ് വൺ ഓപ്പോസിറ്റ് ഫിലോടാക്സി എന്ന് പറഞ്ഞാൽ ഇതേപോലെ നോക്കിക്കേ, ഇതേപോലെ ഒന്നിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നോഡിൽ തന്നെ ആയിരിക്കും അടുത്തത് ഉണ്ടാവുന്നത്. പക്ഷേ ഓൾട്ടർനേറ്റിൽ അങ്ങനെയല്ല, ഓൾട്ടർനേറ്റ് ചെയ്തിട്ടുള്ള നോഡ്സിലാണ് ഉണ്ടാവുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് ഫിലോടാക്സി. ഓപ്പോസിറ്റ് നോഡ്സിൽ നിന്നുമായിരിക്കും ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡെക്യുസെറ്റ്. ഡെക്യുസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സക്സസീവ് പെയേഴ്സ് ഓഫ് ലീഫ് അപ്പർ ആൻഡ് ലോവർ നോഡ്സ് അറ്റ് റൈറ്റ് ആംഗിൾ. നോക്കിക്കേ, റൈറ്റ് ആംഗിളിലായിരിക്കും. ഇവിടെ സോറി
ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കാം ഡെക്കോസിറ്റ്. ഡെക്കോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ തുളസി, അതേപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും എരിക്കെന്ന് പറയുന്ന ചെടിയുണ്ട്. ഇതിൻ്റെയൊക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കൂ. ഇതെല്ലാം ഈ രീതിയിൽ വളരെ സക്സസീവ് പെയേഴ്സ് ആയിരിക്കും. 90 ഡിഗ്രി, ഓക്കെ, 90 ഡിഗ്രിയിലായിരിക്കാം ഓരോ നോട്ട്സിൽ നിന്നും ഇതുപോലെ ഓരോ ലീഫ് റൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡെക്കോസിറ്റ്. ഇനി സൂപ്പർ ഇമ്പോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ when successive leaf pairs at upper and lower nodes are exactly in the same plan. പേരമരം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ടുള്ള ലീഫ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സി, ഇതൊക്കെ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കാം. ദെൻ തേർഡ് വൺ, ഹോൾഡ് ഫിലോടാക്സി. ഹോൾഡ് ഫിലോടാക്സി, ഇതാണ് ഹോൾഡ് ഫിലോടാക്സിക്ക് എക്സാമ്പിൾ. ഈ രീതിയിലായിരിക്കാം ഒരു നോഡിൽ നിന്നും രണ്ടെണ്ണവും ഇപ്പുറത്തെ നോഡിൽ നിന്നും ഒരു ലീഫ്, ഈ രീതിയിലായിരിക്കും ഇവിടെ ഉണ്ടായി വരുന്നത്. അതിന് എക്സാമ്പിളാണ് നീറിയം. നമ്മുടെ അരളി പോലെയുള്ള ചെടികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. when there are more than 2 leaves in each node arranged in a circle, ഒരു സർക്കിൾ പോലെ ആയിരിക്കും ഇവിടെ ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഹോൾഡ് ഫിലോടാക്സി.